പേര് അബ്ദുൽ റഹ്മാൻ എന്നാണ്. എൻ്റെ വീട് ദേശമംഗലം തൃശ്ശൂർ ജില്ലയിൽ ദേശമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും 3 പെൺമക്കളും മാത്രമാണ് താമസിക്കുന്നത്. എനിക്ക് സാമ്പത്തികമായി വലിയ ഇതൊന്നുമില്ല. ഞങ്ങൾ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ടായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. പിന്നെ കാലത്തിൻ്റെ ഇതിനനുസരിച്ച് കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നടത്താൻ പറ്റാതെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ച് പോരുന്ന സമയത്താണ് എനിക്ക് 13 വർഷം മുമ്പ് ഈ നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. അങ്ങനെ തൃശ്ശൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പെട്ടെന്ന് പോയി ഇതായി. അവർ നോക്കി ഇപ്പം മരുന്നൊക്കെ തന്ന് തൽക്കാലം ഇങ്ങനെ പോയി. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് അനുഭവപ്പെട്ടു. അപ്പോൾ വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ അന്നും വീണ്ടും കുറേ മരുന്നുകളും ഇതൊക്കെ തന്ന് തുടർന്ന് പോയി. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ വീണ്ടും എനിക്ക് ഇതുണ്ടായി. അതേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഉടനടി നിങ്ങൾ ബൈപ്പാസ് സർജറി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന് ഹാനിയാണ്, നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിന് വലിയൊരു ചിലവ് വരുന്ന കാര്യമാണെന്ന് അറിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് അത്ര ഒരു ചിലവ് ചെയ്യാനുള്ള കഴിവില്ല. വീട്ടിൽ സഹായത്തിന് ആരുമില്ല, ആൺമക്കളോ അങ്ങനത്തെ ആരുമില്ല. അങ്ങനെ ഇതാകുമ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കുമ്പോഴാണ് എൻ്റെ മകള് ആരോഗ്യം മനോരമ ഈ മമ്മൂട്ടി സാറിൻ്റെ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാമിൻ്റെ ഫോൺ നമ്പർ തന്നത്. ആ ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ഇവിടെ വന്ന് പിന്നെ അത് ചികിത്സ ഡോക്യുമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ കൊടുത്തു. ശരി, നിങ്ങളെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് പോയി. ഒരു 3 മാസത്തിന് ശേഷം 3-4 മാസത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ വിളി വന്നു. പിന്നെ എന്നോട് 23-ാം തീയതി നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് അന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇവിടെ വന്നു. 23-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 1-ാം തീയതി ബൈപ്പാസ് സർജറി ഡോക്ടർ ഫിക്സ് ചെയ്യുകയും ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു നല്ല വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആരോഗ്യം ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അതുപോലെ ഇവിടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ, സ്റ്റാഫ് എല്ലാവരും നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സഹകരണം. ഒന്നിനും ഒരു ചെലവില്ലാതെ എല്ലാം ഭംഗിയാക്കി എനിക്ക് ചെയ്തു തന്നു. ഇപ്പം ഞാൻ പൂർണ്ണമായി ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ മമ്മൂട്ടി സാറിൻ്റെ ഈ ഒരു പദ്ധതി വഴി എനിക്കൊരു കൈത്താങ്ങ് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവായിട്ട് ഞാൻ കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി സാറിനും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിലെ മറ്റെല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാനൊരു 1000 നന്ദി പറയുന്നു. മനസ്സിന്ന് ഉള്ളൊരു നന്ദിയാണ് ഞാൻ ഈ പറയുന്നത്, വെറും വാക്കല്ല. ഇതുപോലെ മറ്റുള്ളവർക്കും എത്രയോ ആളുകൾക്ക് സഹായിക്കുന്നുണ്ട്. അതിൽ എന്നെയും ഉൾപ്പെടുത്തിയത് ദൈവാനുഗ്രഹം ആണെന്നും ഞാൻ കരുതുന്നു. എൻ്റെ പേര് ഖദീജ. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ ഈ ഹോസ്പിറ്റലിലെ എല്ലാവരോടും വളരെയധികം കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. മമ്മൂക്കാട് അനുഗ്രഹത്തോടെ
എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നിലനിർത്തി കിട്ടിയാലും പടച്ചവൻ്റെ കാരുണ്യത്തോടെ ഡോക്ടർമാരുടെ പരിശ്രമത്തിലും എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് അനുഗ്രഹിച്ച് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് ചേർന്നത്. അതിലെനിക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്താനുണ്ട്. ചെറിയ കുട്ടികളാണ്, സഹായത്തിനങ്ങൾ ഒന്നും ആരുമില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഉപകാരം നമുക്ക് ചെയ്തു തന്നതിൽ ഒരുപാട് ആത്മാർത്ഥമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.